നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചോറിന് പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ. നമ്മൾ വെണ്ടയ്ക്കയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ പേജ് കൂടെ ഫോളോ ചെയ്യണേ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് ലേശം ഉലുവ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉലുവ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂടി വയ്ക്കരുത് കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പശ പെട്ടെന്ന് പോവില്ല. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാടി വരുന്നത് വരെ, അതിൻ്റെ പശ ഒന്ന് പോകുന്നത് വരെ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പശയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിച്ചിട്ടൊന്നും എടുക്കേണ്ട, കാരണം നമ്മളിനി അതിൽ പുളി ഒഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഉടയരുത്. അപ്പോൾ ഒന്ന് മിക്സായിട്ട് വരണം, അത്രയേ ഉള്ളൂ. അതിനായിട്ട് നമുക്കിത് ഇപ്പം മൂടി വെച്ച് കൊടുക്കുക, കാരണം അതിൻ്റെ പശയൊക്കെ നന്നായി പോയിട്ടുണ്ടല്ലോ. അതിനുശേഷം തുറന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതേപോലെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കുക. വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ വെണ്ടയ്ക്കയിൽ പുളിയൊക്കെ നന്നായി പിടിച്ച് വരണം. അതിനായിട്ട് കുറച്ച് നേരം ഗ്യാസ് നമുക്ക് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. പുളി അവിടെ നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങയിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ പുളി ഒഴിച്ചത് നന്നായിട്ട് വെണ്ടയ്ക്കയിലൊക്കെ ആ പുളിയൊക്കെ നന്നായി പിടിച്ചിട്ട് അതേപോലെ തന്നെ വെണ്ടയ്ക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാനിപ്പോൾ 2 മുട്ട ചേർത്തിയത്. ഇപ്പോൾ 2 മുട്ടയാണല്ലോ ഞാൻ ചേർത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടെ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ മുട്ട ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കറി ഇളക്കി കൊടുക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഈ കറിയിൽ അങ്ങനെ മുട്ട മിക്സായിട്ട് പോകും. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇതിടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ഇളക്കാതെ ഈ മുട്ട വേകണത് വരെ കറി തീരെ ഇളക്കരുത്. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി, കറി എത്ര ആ ഒരു കൺസിസ്റ്റൻസിലാണോ വേണ്ടത് അത്രയും വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വീണ്ടും തിളപ്പിച്ചിട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി തിളയ്ക്കുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമല്ലോ, നമുക്ക് ചാറിന് വേണ്ട കൺസിസ്റ്റൻസിയിൽ എത്തുമല്ലോ. അതുപോലെ തന്നെ ഈ തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണമല്ലോ, അതുവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഒരുപാടൊന്നും കറി ഇങ്ങനെ അമർത്തിയിട്ടൊന്നും ഇളക്കരുത്. ഒന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിതിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് പറ്റിയ ഒരു നല്ലൊരു കറിയാണിത്. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടെ അറിയിക്കുക. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.